ഷെയ്ഖ് റിഫാഴി റളിയല്ലാഹു അൻഹു തങ്ങൾ മജ്ലിസിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പശുക്കളെ ആലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ പശുക്കളെ മോഷ്ടിക്കാൻ വേണ്ടി വന്ന ഒരാളാണെന്ന് മനസ്സിലായി. കള്ളനാകെ പേടിച്ചുപോയി. ലക്ഷ്യം പാളുകയും താൻ പിടിയിലാവുമെന്ന് അയാൾ കരുതുകയും ചെയ്തു. അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന അയാളുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ പോവുകയാണ്. കള്ളന് ഓടാനൊന്നും ധൈര്യം കിട്ടുന്നില്ല. ഷെയ്ഖ് കള്ളനോട് പറയുകയാണ്, നിനക്ക് പ്രയാസമുണ്ടായെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മോനെ. നീ ജീവിത നിവൃത്തിക്ക് വകയില്ലാത്തവനാണ് എന്ന് തോന്നുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം ഒരു പ്രവർത്തനത്തിന് നീ മുതിർന്നത്. ഈ പശുക്കളുണ്ടല്ലോ, ഇത് ഇവിടുത്തെ സാധുക്കൾക്കുള്ളതാണ്. ഇവയിൽ നിന്ന് ഒരു പശുക്കളെയും നീ കൊണ്ടുപോകരുത്. ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ പോരൂ. നിന്റെ വിഷമതകളൊക്കെ പരിഹരിക്കാനുള്ള മാർഗം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഷെയ്ഖ് അവറുകളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വളർത്തുന്ന ഒരു പശുവിൻ്റെ അടുത്തേക്കാണ് അവർ പോയത്. ആ പശു ഷെയ്ഖിൻ്റെ ഉടമസ്ഥതയിലുള്ള പശുവായിരുന്നു. ഈ പശുവിനെ വേണമെങ്കിൽ നീ അഴിച്ചുകൊണ്ട് പോയിക്കോളൂ, കുഴപ്പമില്ല. കള്ളനാകെ അത്ഭുതമായി, സ്വാഭാവികമായ സങ്കോചമായി അയാളൊന്നിങ്ങനെ പരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട റിഫാഴി തങ്ങൾ വീണ്ടും നിർദ്ദേശിച്ചപ്പോൾ അയാൾ പശുവിനെ അഴിച്ചെടുക്കുകയാണ്. അങ്ങനെ അയാൾ മുന്നിലും പശുവിനെ തെളിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ പിന്നിലുമായി ഇങ്ങനെ നടക്കുകയാണ്. ഉമ്മു അബീദ ഗ്രാമം കഴിഞ്ഞു കുറെ അങ്ങ് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ ഇനി പോകേണ്ട വഴി കാണിച്ചു കൊടുക്കുകയാണ് കള്ളന്. ഇനി നീ സ്വന്തമായി പോകണം. കുറച്ച് അങ്ങകലെ ഒരു ടൗണ് കാണും. അവിടെ വ്യാപാര സംഘങ്ങളൊക്കെ വരും. അവിടെ ഇത് വിറ്റിട്ട് കിട്ടുന്ന പണം നിന്റെയും കുടുംബത്തിൻ്റെയും ചെലവിന് ഉപയോഗപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റിഫാഴി തങ്ങൾ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. ഈ മോഷ്ടാവ് പറഞ്ഞ പ്രകാരമൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടക്ക് അയാളുടെ മനസ്സ് മാറുകയാണ്. കാരണം ഒരു നിവൃത്തിക്ക് വേണ്ടി വന്ന ആളെ സമൃദ്ധിയായി സൽക്കരിച്ചു വിട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഴി തങ്ങളുടെ ആ വ്യക്തിത്വം അയാളെ വല്ലാതെ ആകർഷിക്കുകയാണ്. സാധാരണ കള്ളന്മാരെ ശിക്ഷിക്കുകയല്ല ചെയ്യുക, പക്ഷേ ശിക്ഷിക്കുന്നതിന് പകരം ആശ്വസിപ്പിക്കുകയാണല്ലോ ഈ മഹാൻ ചെയ്തത്. ഇതൊരു അസാധാരണമായ സംഭവമാണല്ലോ. അയാളുടെ മനസ്സ് മാറുകയാണ്. അയാൾ വീണ്ടും ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫാഴി തങ്ങളുടെ ആ മജ്ലിസിൽ തന്നെ വരികയാണ്. അതോടെ അയാളുടെ മനസ്സ് മാറിയിരിക്കുന്നു.